ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ അമൃതം പൊടി വെച്ച് അമൃതം പൊടി കുറുക്കായിട്ടും അല്ലെങ്കിൽ ഒന്നും കഴിക്കാത്ത മക്കൾ പോലും ഈ ഒരു കേക്ക് ഇങ്ങനെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും കേട്ടോ. അപ്പം നല്ല പഞ്ഞി പോലെ തന്നെ നല്ലൊരു പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിക്കാത്തവർ പോലും ഈ ഒരു കേക്ക് കഴിക്കും കേട്ടോ. അപ്പം അത്രയും സോഫ്റ്റാണ്, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ, ഒന്ന് ലൈക്കും കൂടെ ഒന്ന് അടിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ അമൃതം പൊടി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ അംഗനവാടിയിൽ നിന്ന് കുഞ്ഞു മക്കൾക്ക് കിട്ടുന്നതാട്ടോ. 3 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് കിട്ടുന്ന പൊടിയാണിത്. അപ്പം ഇത് നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ തന്നെ നമ്മൾ ചിലപ്പം ഇത് ഉണ്ടാക്കാറില്ല. കുട്ടികൾക്ക് ചിലപ്പം കൊടുത്താൽ അവർ കഴിക്കില്ല പറയും. അതുപോലെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കൂല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുന്ന വീടുകളിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അത് അപ്പോൾ ജസ്റ്റ് ഇത് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ പലഹാരത്തിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ കാണിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചായ കുടിക്കുന്ന നമ്മുടെ സാധാരണ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് അളവ് എടുത്താൽ മതി. അപ്പം കേക്കിൻ്റെ ഒരു ടൂൾസും ഞാനിതിൽ ചേർക്കുന്നില്ല. ഒരു ടൂൾസും എടുക്കാണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് വേണം നമ്മളിതിൽ പൊടി കോരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പൊടിയിട്ട് നല്ലോണം അമർത്തിയെടുക്കുക, ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ കപ്പിന് ലെവലാക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ കൂമ്പിച്ചിട്ട് എടുക്കരുത് കേട്ടോ. സ്പൂണ് വെച്ചിട്ട് അമർത്താനൊന്നും പോകരുത്. ലെവലാക്കി കൊടുക്കുക, പതുക്കനെ തട്ടിയിട്ട് ലെവലാക്കി കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് തരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളത് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ചെറിയ സ്പൂണുകൾ ഉണ്ടാവില്ല, ആ ഒരു സ്പൂണിൻ്റെ 1/4 ഭാഗം എന്നൊരളവിൽ എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തരിക്കുക, 3 തവണ തരിച്ച് മാറ്റണം കേട്ടോ. അപ്പം നമ്മൾ ഈ തരിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഉമിയൊക്കെ ആയിട്ട് കിട്ടും. അപ്പം അത് നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം കേട്ടോ. അത് കളഞ്ഞിട്ട് അങ്ങനെ 3 തവണ നമുക്ക് തരിച്ചെടുക്കുക. അപ്പം ഞാനത് അമൃതം പൊടി 3 തവണ തരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ കൂടുതലും ഗോതമ്പത്തിൻ്റെ ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അമൃതം പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ പൊടി ഏത് ഗ്ലാസ്സിലാണ് എടുത്ത് അതിൽ തന്നെ ബാക്കി എല്ലാ അളവും എടുക്കണം കേട്ടോ. അപ്പം ഇനി 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഒരു 1/4 ഭാഗമൊക്കെ മതിയാകും. കാരണം നമ്മുടെ ഈ ഒരു കേക്ക് ഓൾറെഡി, ഈ ഒരു പൊടി ഓൾറെഡി ഇത്തിരി മധുരം ഉണ്ടാവും. അപ്പം അതിലൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഉള്ളതെന്ന്. ഇനി ഇതിലേക്ക് 4 ഏലക്ക, അതുപോലെ തന്നെ 4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. അപ്പം അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏലക്കയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ആ ഏലക്ക ഗ്രാമ്പും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സി ചൂടായി പോവരുത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 2 കോഴിമുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ഒഴിക്കരുത് കേട്ടോ. തണുപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം മാത്രമേ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ പൊടിച്ചതിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട ചേർത്തു, 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടി പോവരുത്, അതുകൊണ്ടാണ് ഞാൻ വിരൽ വെച്ചിട്ട് നുള്ളി കാണിച്ചിട്ടുള്ളത് കേട്ടോ. 2 നുള്ളാണ് ചേർത്തിട്ടുള്ളത്. ഇനി അത് നമുക്കൊന്ന് കറക്കിയെടുക്കുക. ഒത്തിരി സ്പീഡോടുക്കാൻ ഇട്ടിട്ട് അടിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്കൊരു 2 തവണ തന്നെ ഒന്നും ഇങ്ങോട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പതഞ്ഞ് വരുന്ന രീതിയിലാണ് കിട്ടുക. അതുപോലെയാണ് വേണ്ടത്. ഒന്നിലിട്ട് അടിച്ച് നല്ലോണം സ്പീഡിൽ അങ്ങോട്ട് പോവരുത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാം ഓയിലാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കരുത്. ഫ്ലേവർലെസ് ആയിട്ടുള്ള എന്ത് ഓയിലും വേണമെങ്കിലും എടുക്കുക. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ, നമ്മുടെ കേക്ക് കഴിക്കാൻ തന്നെ പറ്റില്ല. അപ്പം ഞാൻ 1/4 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഉള്ളതെന്ന്. 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ, കണ്ടോ. നമുക്ക് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കുമല്ലോ, അങ്ങനെ 2 തവണ ഒന്നിട്ട് കറക്കി എടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 1/4 കപ്പ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അളവ് കൂടി പോവരുത് കേട്ടോ. പാലിൻ്റെ ഓയിലിൻ്റെ ഒന്നും അളവ് കൂടി പോവരുത് കേട്ടോ.
അപ്പോൾ ഞാൻ പാലും കൂടെ ചെറു ചൂടുള്ള പാലാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഒത്തിരി ചൂട് പാടില്ല, ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് 2 തവണ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ആ അടിക്കുന്ന സമയത്ത് കണ്ട ഇതുപോലെ നമുക്കൊരു പതഞ്ഞു വരുന്ന ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ആ ഒരു സമയം അത് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ റെഡിയാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ബേക്ക് ചെയ്യാനുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓവനിലും അല്ലെങ്കിൽ കേക്ക് ടിന്നിലും ഒന്നും അല്ല ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മുടെ കറിയൊക്കെ വെക്കുന്ന ഈ കുക്കറിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് ടിന്ന് ചിലപ്പം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് മാത്രം വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ഇത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊരു ഇത്തിരി മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും വെച്ച് കാണിക്കുന്നില്ല. അപ്പോൾ അതാ മൈദ ഇട്ടിട്ട് മൈദ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന രീതിയിൽ തട്ടിയതിന് ശേഷം അതിൽ ബാലൻസ് വരുന്നത് കളയണം കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അപ്പം ഞാൻ സ്പാച്ചിലക്ക് പകരം എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പൂണ് പോലെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ പിടിയുള്ളതൊക്കെ ഒത്തിരി നീളത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ സ്പാച്ചിലക്ക് പകരം ഇതാണ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ വേണം പൊടി ഇട്ട് കൊടുക്കാൻ. സ്പീഡിൽ ഇങ്ങനെ ഉയരത്തിൽ അങ്ങോട്ട് പൊടി അങ്ങോട്ട് തട്ടി കൊടുക്കുമല്ലോ, അങ്ങനെ കനത്തിലൊന്നും ഇട്ട് കൊടുക്കരുത്. ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുമല്ലോ, ആ രീതിക്ക് ചെയ്യുക. ഒറ്റയടിക്കും ഇട്ട് കൊടുക്കേണ്ട, രണ്ട് സ്പൂണും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സാവധാനം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്പൂണ് വെച്ചിട്ട് ചുറ്റിക്കരുത്, ഒരേ ഭാഗത്തിൽ. ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചതാണ്, അപ്പോൾ ഒട്ടും സ്പീഡിൽ ചെയ്യണ്ട, പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ കണ്ടല്ലോ, ഈ ഒരു രീതിക്കാണ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനുള്ളത് കുക്കറിലാണ്. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ബാറ്റർ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കി മറിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടും ഹൈറ്റ് ആയിട്ടും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബാറ്റർ മുഴുവനായിട്ടും നമുക്ക് ആ ഒരു കുക്കറിൽ തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ എയർ ബബിൾസ് ഒന്നും കൂടുതൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി ഒന്ന് മടക്കിയിട്ടിട്ട്, അപ്പം ഞാനിതാ ഒരു കിച്ചൺ ടവലൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2, 3, 4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് നിറയെ എയർ വരും. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വിസിൽ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റൊക്കെ ഊരി വെക്കണം കേട്ടോ. അതിന് ശേഷം മാത്രം ബേക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴയൊരു പാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാൻ ഞാനൊരു 10 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ബാറ്റർ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് 25 to 30 മിനിറ്റ് വരെയാണ് വെക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്, നമുക്ക് ബേക്കായോ നോക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ 10 മിനിറ്റ് ആ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. പാൻ ചൂടായി 10 മിനിറ്റ് ചൂടായതിന് ശേഷം നമ്മൾ കുക്കർ കയറ്റി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് 25 അല്ലെങ്കിൽ 30 വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഏകദേശം 25 ആയപ്പോൾ തന്നെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ കുത്തി നോക്കുമ്പോൾ 25 മിനിറ്റിലായില്ല എന്നാണെങ്കിൽ 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലെയിം, ഗ്യാസിൻ്റെ ഫ്ലെയിം, എല്ലാവരും ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരുപോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി അത് നല്ലോണം ചൂടാറിയ ശേഷം മാത്രമാണ് ആ കുക്കറിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. നല്ലോണം ഒന്ന് ചൂടാറട്ടെ, എന്നാലാണ് നമുക്ക് വൃത്തിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് വിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് വിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് വിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇതാ നമ്മുടെ കൈൻ്റെ അടിയിലേക്ക് തന്നെ തട്ടി കൊടുക്കുമ്പോൾ അത് പോരും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അടിഭാഗത്ത് നല്ലോണം തട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കൈക്ക് അത് വരും കേട്ടോ. കണ്ടോ, കരിഞ്ഞ് പിടിച്ചിട്ടോ ഒന്നുമില്ല. 25 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 25 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കേക്കിന് നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. കണ്ട, നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അമൃതം പൊടി കിട്ടുന്ന സമയത്ത് ഒന്നും ഉണ്ടാക്കി നോക്കാതെ ഇരിക്കുന്നതുണ്ട് ചില വീട്ടുകളിലൊക്കെ, ഇഷ്ടം പോലെ അമൃതം പൊടി കാണാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കും ഇഷ്ടമാവും, കാരണം ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ പൂരിയും ഉണ്ടാക്കുക, പുട്ടുണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക, അങ്ങനെ പല ഐറ്റംസും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്തത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ചേർത്തത്. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ. നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതും അടുത്ത വീട്ടിൽ നിന്ന് തന്നു തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.